രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ഇങ്ങനെ നാണം കെട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. മാങ്കൂട്ടത്തിന്റെ വീഴ്ചയിൽ വലിയ ആഘാതമേറ്റത് വി ഡി സതീശനും ഒപ്പം ഷാഫി പറമ്പിലും അടങ്ങുന്ന അച്യുതണ്ടിനാണ്. പാർട്ടിയിൽ സർവശക്തരായി തുടരുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടിയാകും മറുഗ്രൂപ്പുകാർ ഇനി വി ഡി സതീശനെതിരെ രംഗത്ത് വരിക. കോൺഗ്രസിൽ തിരുവായ്ക്ക് എതിർവായില്ലാതെ വിരാജിക്കുകയായിരുന്നു വി ഡി സതീശന്റെ കുട്ടികൾ. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന സമയത്ത് പോലും മറ്റ് നേതാക്കളും പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് നടക്കുന്ന ഈ രണ്ട് യുവ നേതാക്കൾക്കെതിരെ കോൺഗ്രസിൽ നേരത്തെ തന്നെ മുറുമുറുപ്പ് ഉയർന്നിരുന്നു. എന്നാൽ വി ഡി സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന പ്രിവിലേജ് ഉള്ളതിനാൽ ആരും ഒന്നും പുറത്തു പറഞ്ഞില്ല. എല്ലാം മനസ്സിലൊതുക്കി ഒരവസരത്തിനു വേണ്ടി കാത്തിരുന്നു. അവസരം വന്നപ്പോൾ ആഞ്ഞടിച്ചു. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനു വേണ്ടിയുള്ള തർക്കത്തിനിടെ അന്തരിച്ച മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ ചതിച്ച് ഷാഫി പറമ്പിൽ സതീശന്റെ കൂടെ നിലയുറപ്പിച്ചതോടെയാണ് കോൺഗ്രസിൽ പുതിയ കൂട്ടുകെട്ട് രൂപപ്പെട്ടത്. രമേശ് ചെന്നിത്തലയെ പിന്തുണക്കാനായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം. എന്നാൽ പൊളിറ്റിക്കൽ ഗോഡ്ഫാദറെ വഞ്ചിച്ച് തനിക്കൊപ്പം നിന്ന ഷാഫിയെ സതീശൻ കൂടെ കൂട്ടി. കൂടെ ഷാഫിയുടെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിലും. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കിയതും പിന്നീട് പാലക്കാട്ട് മത്സരിപ്പിച്ചതുമെല്ലാം ഷാഫിയായിരുന്നു. പാലക്കാട് ജില്ലയിലെ മിടുക്കരായ നേതാക്കളെ തഴഞ്ഞ് പത്തനംതിട്ടയിൽ നിന്നുള്ള രാഹുലിനെ മത്സരിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ സതീശന്റെ ശക്തമായ പിന്തുണയിൽ രാഹുൽ സ്ഥാനാർത്ഥിയായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന രാഹുലിന്റെയും ഷാഫിയുടെയും അഹങ്കാരം നിറഞ്ഞ സ്വരം കോൺഗ്രസ് നേതാക്കളെ പോലും അതിശയപ്പെടുത്തി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. എതിർ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളെ പോലും പേരെടുത്ത് വിളിച്ച് അപഹസിക്കുന്ന രാഹുലിനെയും കേരളം കണ്ടു. ഒടുവിൽ രാഹുൽ വീണപ്പോൾ ഷാഫിക്ക് മിണ്ടാട്ടം മുട്ടി. ഏത് വിഷയത്തിനും പ്രതികരിച്ചിരുന്ന ഷാഫി പറമ്പിൽ രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ബീഹാറിലേക്ക് പോയി. ഏതായാലും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വലിയ അഗ്നിപരീക്ഷണമാണ് സതീശനും സംഘവും നേരിടുന്നത്. മറുഗ്രൂപ്പുകാർ സതീശനെ അടിക്കാൻ രാഹുൽ വിഷയം ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. പി വി കുട്ടൻ, കോഴിക്കോട്.